ഇത്രയേറെ സൈബർ തട്ടിപ്പുകൾ നടക്കുന്ന നമ്മുടെ നാട്ടിൽ ഈ ഡിജിറ്റൽ ഇന്ത്യയുടെ യഥാർത്ഥ അവസ്ഥ എന്താണെന്നുള്ളതിനെ കുറിച്ചൊന്ന് നമ്മൾ പറയേണ്ടതായിട്ടുണ്ട്. ഫെറാറിയുടെ കാറിൽ സൈക്കിളിന്റെ ബ്രേക്ക് പിടിപ്പിച്ച അവസ്ഥയാണ് ഡിജിറ്റൽ ഇന്ത്യക്ക്. 140 കോടി ജനങ്ങളെ നിർബന്ധിച്ച് പലവിധ ഡിജിറ്റൽ സെറ്റപ്പുകളിൽ ചേർത്തു. ഇന്നിപ്പം ആധാറും മൊബൈൽ നമ്പറും OTPയും ഒന്നും ഇല്ലാതെ വീട്ടിലേക്ക് ഒരു കുറ്റി ഗ്യാസ് വാങ്ങിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. ഇത്രയേറെ മാറ്റങ്ങളൊക്കെ പെട്ടെന്ന് കൊണ്ടുവന്നപ്പോൾ അതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ട നിയമ സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും ആരും അന്വേഷിച്ചില്ല. ഇത്തരം സാഹചര്യങ്ങളെ മുതലെടുക്കാൻ നിൽക്കുന്ന ചില കാട്ടുകള്ളന്മാർക്ക് നാട്ടുകാരെ പറ്റിക്കാനുള്ള ഒരു വഴിയൊരുക്കുകയാണ് ഇതുവഴി മൂലം സംഭവിച്ചത്. ഡിജിറ്റൽ ഇടപാടുകൾ വളരെയധികം പെരുകി. എന്നാൽ അത്തരം ഇടപാടുകളിൽ ഉണ്ടാകുന്ന തർക്കങ്ങൾക്കോ തട്ടിപ്പുകൾക്കോ ഒക്കെ പരിഹാരം ഉണ്ടാക്കാനുള്ള സിസ്റ്റമുകളൊന്നും അതിനനുസരിച്ച് വളർന്നിട്ടില്ല. തട്ടിപ്പല്ലാതെ എന്തെങ്കിലും ടെക്നിക്കൽ എറർ മൂലം പണം നഷ്ടപ്പെട്ടാലും അത് തിരികെ കിട്ടണമെങ്കിൽ വട്ടം കറങ്ങേണ്ട അവസ്ഥയാണ്. ഇതിനെക്കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ ഡിജിറ്റൽ ഇന്ത്യയുടെ വക്താക്കൾ പറയും കേസ് കൊടുത്തുകൂടെ എന്ന്. അവരുടെയൊക്കെ വിചാരം ഈ നാട്ടിലെ ജനങ്ങൾക്കൊക്കെ കേസ് കളിച്ച് നടക്കലാണ് പണിയെന്നാണ്. അതായത് നമുക്കൊക്കെ സ്വന്തമായിട്ട് കോടതിയിൽ വക്കീലൊക്കെ ഉണ്ടെന്നാണ് അവർ തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. ഇത്രയേറെ ഡിജിറ്റൽ തട്ടിപ്പുകൾ നടന്നിട്ടും ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടും ഇത് കുറയ്ക്കാൻ വേണ്ട യാതൊരുവിധ നടപടികളും നമ്മുടെ ഭരണ സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല. നേരെ തിരിച്ച് ഈ തട്ടിപ്പൊന്നും അല്ലാതെ മര്യാദയ്ക്ക് ട്രാൻസാക്ഷൻ നടത്തുന്നവരെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന തരത്തിലുള്ള നിയമനിർമ്മാണങ്ങളാണ് ഇതിന് ഉത്തരവാദിത്തപ്പെട്ടവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ കൃത്യമായ ഒരു എക്സാമ്പിളാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇടയ്ക്കിടയ്ക്കൊക്കെ ഓൺലൈൻ ട്രാൻസാക്ഷനുകൾക്ക് വരുത്തിക്കൊണ്ടിരിക്കുന്ന നിയന്ത്രണങ്ങൾ. കുറച്ചു കാലം മുമ്പ് ക്രെഡിറ്റ് കാർഡുകൾ വഴി സബ്സ്ക്രിപ്ഷൻ ട്രാൻസാക്ഷനുകൾക്ക് റിസർവ് ബാങ്ക് ഏർപ്പെടുത്തിയ ഒരു നിയന്ത്രണം ഇന്ത്യയിലെ ധാരാളം ആളുകളെ ചുറ്റിച്ചു കളഞ്ഞിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഞാനും പെട്ടുപോയിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ ഓൺലൈൻ സേവനങ്ങൾക്ക് പൈസ കൊടുക്കേണ്ട ഒരു ആവശ്യമുള്ളവരാണ് അതിൽ പെട്ടുപോയത്. സെക്യൂരിറ്റി കൂട്ടാനാണെന്നാണ് റിസർവ് ബാങ്ക് പറയുന്നത്. പക്ഷേ യാതൊരുവിധ സെക്യൂരിറ്റിയും കൂടിയതായിട്ട് ഞാൻ കാണുന്നില്ല. അവർ കൊണ്ടുവന്ന ആ മാറ്റം വഴി ആകെപ്പാടെ സംഭവിച്ചത് ചില ക്രെഡിറ്റ് കാർഡുകൾ പ്രവർത്തിക്കാതെയായി എന്നുള്ളതാണ്. ചിലരുടെയൊക്കെ ബിസിനസ് വരെ പൂട്ടിപ്പോകുന്ന ഒരു അവസ്ഥയിലേക്ക് ആ മാറ്റം കൊണ്ട് എത്തിച്ചായിരുന്നു. ഇത്തരം പല തീരുമാനങ്ങളും നാട്ടുകാരെ നന്നാക്കാനൊന്നുമല്ല എടുക്കുന്നതെന്ന് ആ തീരുമാനങ്ങളുടെ വിശദാംശങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. നമ്മുടെ നാട്ടിലെ ചില ഫിൻടെക് കമ്പനികളെയും ബാങ്കുകളെയും ഒക്കെ സഹായിക്കാൻ വേണ്ടി നാട്ടുകാരെ മെനക്കെടുത്തുന്ന തീരുമാനങ്ങളാണ് ഇതൊക്കെ. എന്നാൽ ഇതൊക്കെ ഒരു വശേ കൂടെ നടക്കുമ്പോൾ വേറൊരു വശേ കൂടെ നാട്ടുകാരെ പറ്റിക്കുന്ന വളരെ വലിയ ഒരു മാഫിയ വളർന്നു വരുന്നുണ്ട്. ഇപ്പോൾ ആഴ്ചയിൽ 2-3 തട്ടിപ്പ് കോളുകളാണ് ഒരു സാധാരണക്കാരന് ലഭിക്കുന്നത്. ഇത്രയും കൃത്യമായ വിവരങ്ങൾ ഇവർക്ക് എങ്ങനെ ചോർന്നു കിട്ടുന്നു എന്നുള്ളതാണ് അത്ഭുതം. കൃത്യമായി നമ്മുടെ പേരും അഡ്രസ്സും മൊബൈൽ നമ്പറും വീട്ടുകാരുടെ ഡീറ്റെയിൽസും ആധാർ കാർഡും എല്ലാം വെച്ചിട്ടാണ് അവർ ഫോൺ വിളിക്കുന്നത്. അത്തരം തട്ടിപ്പിൽ വീണു പോകാതിരിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. നിങ്ങളുടെ പേരിൽ അയച്ച കൊറിയറിനകത്ത് MDMA കണ്ടെത്തിയെന്നും നിങ്ങൾ ഓയോ റൂമിൽ കിടന്നപ്പോൾ അവിടുത്തെ വീഡിയോ ഫുട്ടേജ് നമ്മുടെ കയ്യിൽ ഉണ്ടെന്നും ഇങ്ങനെയൊക്കെ പലതരത്തിലുള്ള തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. മുൻപ് ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞത് കണക്ക് ഒരു സർക്കാർ സംവിധാനത്തിൽ രജിസ്റ്റർ ചെയ്തതിന്റെ കൃത്യമായ ഡീറ്റെയിൽസ് വെച്ചിട്ടാണ് എന്നെ പറ്റിച്ചത്. അതായത് ഈ തട്ടിപ്പ് തടയാനുള്ള നിയമ സംവിധാനങ്ങൾ ഇല്ല എന്ന് മാത്രമല്ല, സർക്കാർ സംവിധാനങ്ങളിൽ നമ്മൾ കൊടുക്കുന്ന വിവരങ്ങൾ ഈ തട്ടിപ്പുകാർക്ക് ചോർത്തി കൊടുക്കാൻ വരെ കൃത്യമായ സംവിധാനങ്ങൾ ഉണ്ടെന്ന് ചുരുക്കം. ഇതിന്റെയൊക്കെ സുരക്ഷയെക്കുറിച്ചൊക്കെ ചോദിച്ചാൽ ഈ സെർവറൊക്കെ 50 ഇഞ്ച് കോൺക്രീറ്റ് ഭിത്തിക്കകത്താണ് വെച്ചിരിക്കുന്നതെന്നൊക്കെ ഉത്തരം പറയുന്ന തരത്തിലുള്ള ആളുകളാണ് ഈ സംവിധാനങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത്. കുറച്ചുനാൾ മുമ്പ് ഞാൻ പല വീഡിയോകൾ ചെയ്തിരുന്ന ഒരു ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ആക്കുന്ന തട്ടിപ്പിന്റെ ഉദാഹരണം തന്നെ എടുത്താൽ കൃത്യമായും ചില ബാങ്ക് ഉദ്യോഗസ്ഥരും പോലീസുകാരും എങ്ങനെ ഈ തട്ടിപ്പിൽ പങ്കെടുക്കുന്നുവെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അക്കൗണ്ടിൽ പൈസയുള്ള ആളുകളുടെ വിവരങ്ങൾ ബാങ്കിൽ നിന്ന് കൃത്യമായി ചോർത്തി പോലീസിന് കൊടുക്കുന്നു. ഇങ്ങനെ ആൾക്കാരെ പറ്റിക്കാൻ മാത്രം പ്രവർത്തിക്കുന്ന ചില പോലീസ് സ്റ്റേഷനുകളുണ്ട് നമ്മുടെ ഈ മഹാരാജ്യത്ത്. അവിടെ നിന്ന് ഒരു ചെറിയ FIR, അത് ചിലപ്പോൾ ശരിയായിരിക്കാം തെറ്റായിരിക്കാം, അങ്ങനെ ഒരെണ്ണം ഉണ്ടാക്കിയെടുക്കുന്നു. അത് വെച്ച് ആ ബാങ്കിലേക്ക് ഈ അക്കൗണ്ട് ഫ്രീസ് ചെയ്യാനുള്ള ഒരു ചെറിയ ഇമെയിൽ അയക്കുന്നു. അതായത് ചെറിയ ഒരു ഇമെയിലിന്റെ പുറത്ത് വരെ നമ്മുടെ സാമ്പത്തിക ഇടപാടുകളെല്ലാം അവർക്ക് തടയാൻ സാധിക്കും. ബാങ്കിൽ കോൺടാക്ട് ചെയ്താൽ ഈ പോലീസിനെ കോൺടാക്ട് ചെയ്യാനുള്ള ഒരു ഇൻഫർമേഷൻ തരും. അവരെ കോൺടാക്ട് ചെയ്താൽ പിന്നെ പലതരം കഥകളായി. അക്കൗണ്ടിൽ പൈസയുള്ളവനാണെങ്കിൽ കുറച്ച് കൈക്കൂലിയൊക്കെ കൊടുത്താണെങ്കിലും അത് ഊരിയെടുക്കാമെന്ന് വിചാരിക്കും. ഇങ്ങനെ കോടിക്കണക്കിന് രൂപയാണ് ഓരോ ദിവസവും തട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പറ്റിക്കപ്പെട്ട ആളുകളുടെ ഒരു സംഘടന തന്നെ കൊച്ചിയിൽ തുടങ്ങിയിട്ടുണ്ട്. ആ തുടങ്ങിയ ആളെ ഞാൻ എന്റെ ഒരു വീഡിയോയിൽ നേരത്തെ ഇന്റർവ്യൂ ചെയ്തിരുന്നു. പുള്ളിയോട് സംസാരിക്കുമ്പോൾ ഇങ്ങനെ പെട്ടുപോയ ധാരാളം ആളുകളുടെ കഥകൾ കേൾക്കാം. ഇത്തരം തട്ടിപ്പൊക്കെ തടയാനും ഇത്തരം ക്രിമിനൽസിനെയൊക്കെ ശിക്ഷിക്കാനും വേണ്ട ഒരു നിയമ സംവിധാനമൊന്നും നമ്മുടെ നാട്ടിലായിട്ടില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഫെറാറിക്കകത്ത് സൈക്കിളിന്റെ ബ്രേക്ക് ആണെന്ന്. ഇതൊക്കെ പറഞ്ഞാൽ ചിലർക്ക് ഇഷ്ടപ്പെടില്ല. സ്വന്തമായിട്ട് ഒരു പണി കിട്ടുമ്പോൾ മാത്രമേ അവരൊക്കെ ഒരു പാഠം പഠിക്കൂ.